ഒത്തിരി ചായയുടെ വെള്ളം ചോദിച്ചിട്ട് നേരെ എത്രയായി? ചൂട് മാറ്റിയിട്ടില്ല. നിങ്ങളോട് സ്വർണത്തിന്റെ കാര്യം മട്ടെന്തായി? സ്വർണോ ഒറ്റ ദിവസം കൊണ്ട് എടുത്തു തരാം മോളേന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് പണയം വെച്ച ഓർമ്മയില്ലേ? എടുത്തരാ, കയ്യില് കായ് കിട്ടട്ടെ. എപ്പോ കായ് കിട്ടട്ടെ? കായ് കിട്ടുമ്പോ എടുത്തു തരും. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. ഞാൻ പറയണത് ഒന്നും നിങ്ങൾ കേൾക്കൂല. ഇപ്പൊ തന്നെ ആ വാസുട്ടിയേട്ടനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണ്ടെന്ന് ഞാൻ എത്ര പറഞ്ഞതാണ്. എന്തപ്പ എന്റെ ആവശ്യം? സ്വർണ്ണ അതപ്പോ വാസുട്ടിയേട്ടനോ? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ വല്ല സൗകര്യമുണ്ട്, നമുക്കൊരു മനസമാധാനം ഉണ്ട് ഇവിടെ. എന്തപ്പോ മനസമാധാനത്തിന് കുറവ്? ഓരോ അവിടെ താമസിക്കണം, നമ്മളിവിടെ താമസിക്കണേ. എന്തപ്പോ സമാധാനത്തിന് ഒരു കുറവ് ഇവിടെ? നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. മൂപ്പര് കള്ളും കുടിച്ച് വന്ന് വെറുതെ ഇവിടെ കിടന്ന് ബേളവും. ഇവിടെ കിടന്നിട്ടോ? ആ ഒരാ റൂമിലല്ലേ എന്റെ റെസിജ് എന്തിനാ അങ്ങോട്ട് എത്തി നോക്കാക്കണേ? നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഇക്കിപ്പൊ മനസമാധാനത്തോടെ നിസ്കരിക്കാൻ പോലും പറ്റണില്ല, അറിയാമോ? എന്താണ് നിസ്കരിക്കണേന് കുഴപ്പം എനിക്കിവിടെ? മൂപ്പര് കള്ളും കുടിച്ചെന്ന് ഒച്ചത്തിലല്ലേ പാട്ട് പറഞ്ഞ്. ഞാൻ ഇതുവരെ കേട്ടില്ല. നിങ്ങൾ കേൾക്കൂല. ഇപ്പൊ തന്നെ മിഞ്ഞാന്നാള് സന്ധ്യ സമയത്ത് മഗ്‌രിബിന്റെ സമയത്ത് ഞാൻ ഖുർആൻ ഓതായിരുന്നു. എനിക്ക് ഒരു സൗകര്യം തന്നിട്ടില്ല. എന്താ എന്നോട് എന്താ പറഞ്ഞു മൂപ്പര്? ഇന്നോട് പറയില്ല, അവിടെ കിടന്ന് ബഹളം വെക്കാണെന്ന്. പാട്ടുപാട്? ആ പാട്ട് ഏത് പാട്ടാണ് നിങ്ങൾക്ക് അറിയണപ്പോ? ചോദിക്കല്ല ഞാൻ അങ്ങനെ പാട്ട്. അങ്ങനെ പാട്ട് ഏതാ ചെന്ന പാട്ട് പാടിയില്ലേന്ന് ചോദിക്കാലോ. അവനക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ, അത് കാരണാണ്. ആശാന ഈ ആഴ്ച നാട്ടിൽ പോടുന്നുണ്ട്. അല്ല, ശമ്പളം മേടിച്ചൊന്ന് പോകുന്നു. ശമ്പളമായിട്ടൊന്ന് തരുന്ന ശമ്പളം? ആ, ശമ്പളം മേടിച്ചിട്ട് പോവാനോ? തെയ്യുണ്ട് നാട്ടില്. ആഹാ, അത് ശരി. ആദ്യേ ആ സൂചിയിൽ നൂലൊന്ന് ശരിക്കും കോർക്കാൻ പഠിക്കും, എന്നിട്ട് എനിക്ക് ശമ്പളം മേടിക്കാം. അതന്നെയല്ലേ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്ന. ഇവിടെ കുടുക്കുമൊക്കെ ഇങ്ങനത്തെ സാധനമല്ലേ ചെയ്യുന്നത്. ഇതിനെ പോകുന്ന പമ്പുണ്ടല്ലോ, കോളേജിൽ പോകുന്നേ, എപ്പോഴും നോക്കി ചിരിക്കും നമ്മളാ. ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നതാണ് എപ്പോഴും ഇത് നോക്കുള്ളൂ. എന്നെ നോക്കി ചിരിക്കേ? അത്ര വലിയ സുന്ദരനാ? എന്നെ ഇപ്പനെ നോക്കി ചിരിക്കാത്ര. അവരെ കൂടെ ഉള്ളവരെ നോക്കി ചിരിക്കാൻ അവർക്ക് നേരം കിട്ടണില്ല, പിന്നെ ഇപ്പൊ ഇവനെ നോക്കി ചിരിക്കണേ. എടാ ദജ്ജാലെ, ഈ ആദ്യത്തൊന്നും നേരെ ചൊവ്വ കോർക്കാൻ പഠിച്ചാലല്ലേ അടുത്ത് പറഞ്ഞുതരാൻ പറ്റുക. ഒരു പണി അറിയില്ല കണ്ട കാലമായിട്ട്. വെറുതെ എന്നിട്ട് ഓടിക്ക് ശമ്പളം കൊടുക്കണം പറഞ്ഞേ. എന്റെ തന്നെ നല്ല പൈസ ഇല്ലാതെ നട്ടം തിരിഞ്ഞ് നടക്കാൻ ഞാൻ. അതിന്റെ ഇടക്ക് വേറെ ഇടങ്ങളുണ്ടായി പറഞ്ഞ ഈ ജോസെ. എന്ത് പറ്റി? ഞാനെടോ ചങ്ങായി റസിയാടെ എന്നൊരു വള മേടിച്ചിട്ട് ഒന്ന് പണയം വെച്ചിട്ടുണ്ടായിരുന്നു ബാങ്കിലേ. അപ്പൊ ഒരു കൊല്ലത്തോളായിട്ടായി ഞാൻ ഒരു പ്രാവശ്യമായിട്ട് അടുത്തുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അത് കായില്ലാണ്ടൊക്കെ ആയിട്ട് ഞാൻ മറന്ന് അത് പിന്നെ അടക്കാൻ മറന്ന്. ഇപ്പതാ ഒരു 2-3 ആഴ്ച മുമ്പ് നോട്ടീസ് വന്നേക്കണേ. അതിപ്പോ ലേലം ചെയ്യാൻ പോവാണ്, വേഗം വന്നിട്ട് എടുത്തോളി. അല്ല ലേലം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അടുപ്പിച്ച് 2-3 പ്രാവശ്യം 10ന്റെ പൈസ എനിക്ക് കയ്യിലും ഇല്ല. അതെന്ത് വർത്താനമാണ് ഈ പറീക പറയണ? 10ന്റെ പൈസ ഇല്ലെന്ന്. ഇപ്പൊ ഈ കഴിഞ്ഞ മാസം തന്നെ നമ്മൾ ആ ഒരു വാടകയുടെ കേസിൽ ഇടപെട്ടതും വാസൂട്ടീനായിട്ട് മറ്റേ കുറ്റിയടിക്കാൻ പോയതിലും ഒക്കെ ഒരു 25 രൂപയോളം പരീക്കാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് മുഴുവൻ കൊണ്ടുപോയി ചെലവാക്കിയ 25,000 ഉറുപ്പിന്റെ ഉണ്ട്. അയ്യോ പോരല്ലോ, ഇനിയും 10-25,000 ഉറുപ്പിയാണ് ഞാൻ ഓൾറെഡി ചോദിച്ചത്. അപ്പൊ ആ 25,000 കൊണ്ട് അടക്കുന്ന അപ്പൊ ഒരു സമാധാനം കിട്ടൂലേ? അത് പോരടാ, ഇനിയും ഒരു 10-25,000 ഉറുപ്പ്യ വേണം. ഇത് ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഓളുടെ കാല് പിടിച്ച് ഞാൻ ഓൺലൈൻ കയ്യിലേണ്ടാണ്. 10ന്റെ പൈസക്ക് തരൂല. പിന്നെ ഈ വാടക കിട്ടുന്ന കാര്യമൊക്കെ പിന്നെ എടുക്കാൻ കൊണ്ടുപോണേ. ചെലവിനും കൂടി 10ന്റെ പൈസ ഞാൻ മേടിക്കുന്നില്ല. ജോസോട്ടി, റസിയാത്തൊക്കെ പൈസ നല്ലോണുണ്ട്, പക്ഷെ ബുദ്ധിയില്ല. പക്ഷെ എന്റെ ഇത്താട്ടൊക്കെ അങ്ങനെയല്ല, രണ്ടുമില്ല. ശരിയാണോ പറഞ്ഞത്? അത് ശരിയാണ് അല്ലേ? അതെ, ഇതിപ്പോ അനക്ക് എവിടെന്നെങ്കിലും ഒരു കുറച്ച് കായ് ഒപ്പിക്കാൻ വല്ല മാർഗം ഉണ്ടോ? നോക്കട്ടെ. ആ വന്ന വലിയ സഹായാവും ജോസഫ്. ഒന്ന് ശ്രമിച്ചു നോക്കടാ. ഒരു ശ്രമം നടത്തട്ടെ. ഇന്ന് കിട്ടിയ എന്ന് തന്നെ എടുക്കേ. എന്നാ പിന്നെ അത് പരിപാടി കഴിഞ്ഞായി. നോക്കട്ടെ, നാളത്തേക്കുള്ളിൽ നമുക്ക് എടുക്കാം.
ഈ ഒന്ന് ശ്രമിച്ചു നോക്ക് കിട്ടോ. ഞാനേ ആ ഒന്ന് കറങ്ങട്ടെ. ആ ആ ആ ആ അത് ശരി. ഇന്ന് കിട്ടാച്ചെന്നെ കൊണ്ടുപോയി ഇറക്കാം. നോക്കട്ടെ നോക്കട്ടെ, ഒന്ന് ശ്രമിച്ചു നോക്ക്. പോട്ടെ, ഇതാ അത്രയും എടുത്തേ. എന്താടാ കള്ള നായി ചിന്നോട് പറഞ്ഞായി എന്റെ കായി ഇല്ല ബുദ്ധി ഇല്ലാന്നോ? ശരിയല്ലേ? അത് ഓർക്ക. അടിയുടെ ചിരയുടെ തരികിട മേളപ്പൂരം കുത്തി